ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോ ബാലിയിലെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു അടിപൊളി പ്ലേസിലേക്കാണ്. നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യൂ. ഫസ്റ്റായിട്ട് നമ്മൾ ഓൾറെഡി നിന്ന റൂമിൽ നിന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അനദർ റൂമിൽ ചെക്ക് ഇൻ ചെയ്യണം. ആഫ്റ്റർ ചെക്കിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ പോകണത് കേട്ടോ. നമ്മൾ കുറച്ചധികം ഡേയ്സ് ബാലിയിൽ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹോട്ടലല്ല സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 4 ഹോട്ടൽസിലായിട്ട് നമ്മൾ മാറി മാറി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചില ഹോട്ടൽസിൽ 3 ഡേയ്സ് നിന്നിട്ടുണ്ട്, നമ്മൾ ഉബുദിലൊക്കെ 3 ഡേയ്സ് നിന്നിട്ടുണ്ട്. അത് നമ്മൾ വരും വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. ദെൻ ചില ഹോട്ടൽസിൽ 2 ഡേയ്സ് അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം പല ഏരിയ ആയതുകൊണ്ട് നമുക്ക് സെയിം ലൊക്കേഷനിൽ സ്റ്റേ ചെയ്യൽ പോസിബിൾ അല്ല. കാരണം നമുക്ക് ട്രാവലിംഗ് കുറച്ചധികം ഉണ്ടാവും കേട്ടോ. സോ ഇന്നത്തെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന ഹോട്ടൽ ഇതാണ് കേട്ടോ. നല്ല അടിപൊളി ഹോട്ടലാണ്. നല്ല ആംബിയൻസും നല്ല പൂളും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. നമ്മൾ ചെക്കിങ്ങിൻ്റെ ടൈം കുറച്ച് മുന്നായിട്ട് അവരെ പ്രൊസീജിയേഴ്സൊക്കെ കഴിയുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് അവിടെ ഒന്ന് ചുറ്റിക്കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മൾ ഹോട്ടലിൽ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പൂളിലേക്കൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് നമ്മൾ ഏകദേശം ഒരു ഉച്ച ടൈം ആകുമ്പോഴാണ് ചെക്കിങ്ങിന് ചെന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ടൈമിൽ വെയിലായിരുന്നു. പിന്നെ നമ്മൾ റൂമിലൊക്കെ കയറി നമ്മുടെ കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോവാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ബീച്ചിലേക്കും പിന്നെ അതിനോട് അടുത്തുള്ള കുറച്ച് പ്ലേസസും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ബീച്ച് തന്നെ നല്ല ഭംഗിയുള്ള ബീച്ചാണ്. ഒരു എന്താ പറയുക, ഒരു ടർക്കോയിസ് കളർ വാട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് കേട്ടോ അവിടുത്തെ. ആസ് യൂഷ്വൽ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഒരുപാട് ടെമ്പിൾസ് കാണാറുണ്ട് ബാലിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ. അതൊക്കെ നമുക്ക് ഇവിടെയും കാണാം. കുറേ ട്രീസ്, പ്ലാന്റ്സ്, പിന്നെ ടെമ്പിൾ, ഹൗസസ്, അങ്ങനെയുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടുന്ന് കുറച്ച് നമ്മൾ ബീച്ചിനേക്ക് അടുക്കുമ്പം നമ്മൾ റൂട്ട് മൊത്തം ഒരു വേറെ തന്നെ വൈബാണ്. എന്താ പറയുക, നമ്മൾ ഫോറസ്റ്റിലേക്കൊക്കെ കടന്നിട്ടുള്ള നമ്മളെ റൂട്ടുണ്ടല്ലോ, ഒരു മസുനഗുഡി വഴി ഊട്ടി എന്നൊക്കെ പറയുന്നത്, അതേ കഴിഞ്ഞിട്ടുള്ള റോഡാണ് ഇനി വരാൻ പോകുന്നത്. 2 സൈഡും ഒരു ഫോറസ്റ്റ് കഴിഞ്ഞിട്ടാണ്. അതായത് വീടുകളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഫുള്ളി ട്രീസും കാര്യങ്ങളൊക്കെ വരുന്ന റോഡ് ഇതിൽ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കേരള അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ വൈബ് തന്നെ കിട്ടും കേട്ടോ. ഇവിടെ കുറേ പ്ലേസസ് നമ്മളെ കേരളത്തിൻ്റെ ലുക്കലൈക്കായിട്ടുള്ള പ്ലേസസ് ഉണ്ട്. ആഫ്റ്റർ കുറച്ചധികം യാത്രയ്ക്ക് ശേഷം നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് ഈ റൂട്ടിലൂടെ പോവാം. കാരണം ഇത് കുറച്ച് ഭംഗിയുള്ള റൂട്ടാണ്. നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഒന്നും കൂടി അടിപൊളി വൈബായിരിക്കും കേട്ടോ. നമുക്ക് ആ പ്ലേസൊക്കെ കറക്റ്റ് കാണാം, നല്ല വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബൈക്കും എടുത്തിട്ടുണ്ടായിരുന്നു, ബൈക്കിലും യാത്ര ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ ബ്യൂട്ടിഫുൾ ബീച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഭംഗി അല്ലെങ്കിൽ ഈ ഒരു പ്ലേസിൻ്റെ ഭംഗി കാണാൻ അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ വൺസ് നിങ്ങൾ അതിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാക്റ്റ് ആ ഒരു ബ്യൂട്ടി മനസ്സിലാവും. നല്ല ഭംഗിയുള്ള എന്താ പറയുക, നല്ല ഭംഗിയായിരുന്നു അതിലൂടെ പോകുമ്പോൾ. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, ഈ ഒരു സീൻ്റെ വ്യൂ ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും നല്ല അടിപൊളി ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഒരു എത്ര തവണ അവിടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പോയിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് റിട്ടേൺ വരും അങ്ങനെ ആയിട്ട് ഒരുപാട് തവണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു വ്യൂവിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇത് വൺ ഓഫ് ദ ഒരു ഫോട്ടോ സ്പോട്ടാണ്. അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകൾ വന്നിട്ട് ഫോട്ടോസ് എടുക്കുന്ന ഏരിയ ആണ് കേട്ടോ. ആൻഡ് ഈ റൂട്ട് ചെന്ന് അവസാനിക്കുന്നത് ഒരു ബീച്ചിലാണ്. അതാണ് മെലാസ്റ്റി ബീച്ച്. മെലാസ്റ്റി ബീച്ചിലാണ് ഇത് ചെന്ന് അവസാനിക്കുക. ഒരുപാട് ഫോറിനേഴ്സ് വന്ന് ഫോട്ടോ എടുക്കുന്ന ഏരിയ ആണ് കേട്ടോ ഇത്.
നമ്മൾ ബൈക്ക് എടുത്ത് പോകുമ്പോഴാണ് ഈ ഒരു വൈബും നമുക്ക് എക്സാക്റ്റ് ആ ഒരു വ്യൂവും കറക്റ്റ്ലി ആസ്വദിക്കാൻ പറ്റും. ഇവിടെ പാരാസൈലിങ് അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമുക്കതിനുള്ള ഒരു ധൈര്യം ഇല്ല, കാരണം ഇത് ഫുള്ള് സീൻ്റെ മേലെ കൂടെ ആകുമ്പോൾ നമുക്ക് ഈ താഴെ നിന്നിട്ട് ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഒരുപാട് പേര് പാരാസൈലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ ഈ ഒരു ബീച്ചിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് കുറച്ച് ഏരിയയിൽ ഒരു സീ കൈൻഡ് അല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയാണെന്ന് പറയേണ്ടതെന്ന് അറിയില്ല. അതായത് ആഴമൊക്കെ കുറഞ്ഞ് കുറച്ച് വെള്ളം മാത്രമായിട്ടുള്ളൊരു ഏരിയയും പിന്നെയാണ് നമ്മളുടെ വേവ്സൊക്കെ വരുന്നത് കേട്ടോ. കുറേ പേര് ഫിഷിങ്ങിനും കുറേ പേര് എന്താ പറയുക സൺബാത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ബീച്ചിൻ്റെ വൺ ഓഫ് ദ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും സർഫിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെയാണ് കേട്ടോ ചൂസ് ചെയ്യണത്. ഒരുപാട് പേരുണ്ടായിരുന്നു സർഫിങ് ചെയ്യണത്, കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ആൻഡ് കുറച്ചധികം ടൈം തന്നെ നമ്മൾ അവിടെ നിന്ന് ആസ്വദിച്ച് കണ്ട് നമ്മുടെ ബീച്ചും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നമ്മൾ റിട്ടേൺ പോവാണ് കേട്ടോ. കാരണം നമുക്ക് ഇനിയും ഒരുപാട് പ്ലേസസ് വിസിറ്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരുപാട് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല, എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് പോകുന്ന റൂട്ടൊക്കെ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഈ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എയറോപ്ലെയിൻസ് ഒക്കെ മേലെ കൂടെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ രണ്ട് സൈഡിലും ഇതൊരു എന്താ പറയുക, രണ്ട് സൈഡിലും ഒരു സീയും ഒരു റിവറും കൂടി ചേരുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ മുകളിലൂടെ ഉള്ളൊരു പാലമാണ് കേട്ടോ ഇത്, ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ മേലെ കൂടെ എയറോപ്ലെയിൻസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. സോ നമ്മളെ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒപ്പം കൊടുക്കും, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഇഷ്ടമുള്ള ഫീഡ്ബാക്ക്സ് അല്ലെങ്കിൽ ഇഷ്ടമായിട്ടുള്ള നിങ്ങളെ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ. സോ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടിൽ ദെൻ ബൈ ബൈ.